എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ. ബോൺലെസ് കഷ്ണങ്ങൾ, അതായത് ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലാണെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വിസിൽ കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെച്ചും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ചിക്കൻ പീസസ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബോണും വന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വൈറ്റ് കളറിലും വരും. അപ്പോൾ എനിക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. ഇനി ഇതിലിപ്പോൾ ഈ ഒരു വാട്ടർ ഉണ്ടല്ലോ, ഈ വാട്ടർ മാറ്റിയതിന് ശേഷം, വാട്ടർ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സൂപ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ചിക്കൻ സ്റ്റോക്കിന് പകരമായിട്ട്. എന്നിട്ട് ഇത് വന്ന് ഈ ഫ്ലഷ് മാത്രമായിട്ട് മാറ്റുക. എന്നിട്ട് ഫ്ലഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം തണുത്തതിന് ശേഷം കേട്ടോ. അതിനുശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ചിക്കൻ പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടെ, വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയെടുക്കാം. ഗാർലിക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ബോൺലെസ് ചിക്കനാണ് എടുക്കണേന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരും. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ട്. ഞാനിനിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കണില്ല. ഇനി നമ്മളിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. ഇതിനി കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒരു 5 മിനിറ്റോളം. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവണ വരെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സോസുകളൊക്കെ പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്, പ്രത്യേകിച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ. ഇപ്പോൾ ചിലവർക്ക് ഒരുപാട് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അളവിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഇത് ഒരുപാട് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ചേർക്കണില്ല, അത് മാത്രം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കണത് സവോള ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഒരു വലിയ സവോളയാണ് കേട്ടോ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോളയും ക്യാപ്സിക്കം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് 1 മിനിറ്റ് പോലും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത് മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പ് വേറെ ചേർത്തൊന്നും കൊടുക്കണില്ല കേട്ടോ. ചിക്കൻ വേവിച്ച സമയത്ത് ചേർത്ത ഉപ്പ് മാത്രം ഉള്ള. പിന്നെ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസിലും ഉപ്പുണ്ട്. അപ്പോൾ പിന്നെ ഉപ്പ് ഞാൻ ഇനി ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ സാൻഡ്വിച്ചിലൊന്നും ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും. അപ്പോൾ ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ നേരത്തെ. പിന്നെ ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വശങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാണ്ട് തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് 2 രീതിയിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ടൈപ്പിൽ ഞാനിപ്പോൾ ഇതിൻ്റെ വശങ്ങളൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. കട്ട് ചെയ്ത് എടുക്കാതെ തന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച് ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ചീസാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് ടൈപ്പ് ചീസ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസോ അല്ലെങ്കിൽ ഏത് ചീസ് നമ്മളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. തവയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബട്ടർ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബട്ടർ താല്പര്യം ഉണ്ടെങ്കിൽ മതി. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് ടോസ്റ്റ് ആയിട്ട് വരട്ടെ. നിങ്ങളുടെ കയ്യിൽ ഗ്രിൽ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഗ്രിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ സാധാരണ തവയിൽ തന്നെയാണ് ചെയ്യണത്. ഒരു ഭാഗം ഒന്ന് ടോസ്റ്റ് ആവട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഈ ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇനി ഇത് പതുക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത ഭാഗവും ഒന്ന് ടോസ്റ്റ് ആയിട്ട് വരട്ടെ. ബട്ടർ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചീസ് വെച്ച് കൊടുത്ത കാരണം ഇത് കറക്റ്റായിട്ട് തന്നെ സീലായിട്ട് ഇരുന്നോളൂ ചീസ് മെൽറ്റായി കഴിയുമ്പോഴേ. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ബ്രെഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സാൻഡ്വിച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കണുണ്ടോ, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വേറെ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ സാൻഡ്വിച്ച് തന്നെയാണ് മയോണൈസൊക്കെ ചേർത്തിട്ടുള്ളത്. അത് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാതെ ആയിരുന്നു തയ്യാറാക്കിയിരുന്നത്. അത് പക്ഷെ തണുത്താലും കുഴപ്പമുണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. ഇത് തണുത്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചൂടോടുകൂടി തന്നെയാണ്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, 2 ഭാഗവും നന്നായിട്ട് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, കറക്റ്റ് സീലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റാം. ഇനി ഞാൻ വേറെ രീതിയിൽ കാണിക്കാം. ഞാനിനിയിപ്പോൾ ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഈ നമ്മൾ വശങ്ങൾ കട്ട് ചെയ്യുമല്ലോ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കഴിക്കുമ്പോഴും മിക്കവരും ഇതുപോലെ കട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ കഴിക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെക്കണ്ട, എന്നാലും അത്യാവശ്യത്തിന് ഫില്ലിങ് വേണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കും ഞാൻ കുറച്ച് ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ആക്ച്വലി സ്ലൈസസ് അല്ല, ഞാനിപ്പോൾ സ്ലൈസ് ചെയ്തെടുത്തതായി ചീസ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബ്രെഡ് പീസും എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചീസ് ഇപ്പോൾ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇത് തന്നെയാലും മതി. ഇനി ഇതും ക്ലോസ് ചെയ്യാം.
ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞാനൊരു സാൻഡ്വിച്ച് മേക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനിത് പതുക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ 2 ടൈപ്പ് സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ള സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.